ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 16 ചൊവ്വ ഉച്ചരാശിയായ മകരം രാശിയിലേക്ക് രാശി മാറുന്നു. 4 രാശിക്കാർക്ക് രുചക മഹായോഗ അവസ്ഥ വരുന്നു. അപ്പോൾ ചൊവ്വയുടെ മകരം രാശിയിലേക്കുള്ള ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 ജനുവരി 16 ചൊവ്വ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത്. അപ്പോൾ ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. മകരം രാശി എന്ന് പറയുന്ന കാലപുരുഷൻ്റെ കർമ്മസ്ഥാനമാണ്. അപ്പോൾ ആ കർമ്മസ്ഥാനത്താണ് ചൊവ്വ വരുന്നത്. അത് തൊഴിൽപരമായിട്ട് ദിഗ്ബലമുള്ള സമയമാണ്. പൊതുവെ ചൊവ്വ എന്ന് പറയുമ്പോൾ ഊർജ്ജസ്വലതയുടെയും പോരാട്ടവീര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതിരോധശേഷിയുടെയും ഗ്രഹമാണ്. കർമ്മശക്തിയൊക്കെ കൂടുന്ന സമയമാണ്. ഏത് മേഖലയിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അനുകൂല സ്ഥിതിയാണ് ആ ചൊവ്വ കൊടുക്കുന്നത്. വികാരാവേശത്തിൻ്റെ ഗ്രഹമാണ്. പ്രകോപനത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമാണ്. അതുപോലെ നമ്മുടെ ആസ്തികളെല്ലാം സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഗ്രഹമായിട്ടും കൂടെ നമുക്ക് ചൊവ്വയെ കാണാം. അപ്പോൾ പൊതുവെ ഈ ചൊവ്വ മകരം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ 4 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മേടം, കർക്കടകം, അതുപോലെ തുലാം, മകരം, ഈ 4 രാശിക്കാർക്ക് ചൊവ്വ രുചക മഹായോഗാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. അത് വലിയ നേട്ടങ്ങൾ അവർക്കുണ്ടാക്കും. ഇപ്പോൾ മകരം രാശിയിലേക്ക് ചൊവ്വ വരുമ്പോൾ ആ രാശി നിന്നുകൊണ്ട് ചൊവ്വ അതിൻ്റെ 4, 7, 8 ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം 4 ഭാവരാശികളിൽ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു സ്വാധീനം ചൊവ്വയുടെ രാശിമാറ്റം കൊണ്ട് ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചൊവ്വയുടെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും ചൊവ്വ 5ാം ഭാവാധിപനുമാണ്, 12ാം ഭാവാധിപനുമാണ്. അപ്പോൾ ഈ 5ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16 അവരുടെ 2 ധനരാശിയിലേക്ക്, 2ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ആ 2ാം ഭാവം എന്ന് പറയുന്നത് 2ാം ഭാവരാശി ചൊവ്വയുടെ ഉച്ചരാശിയാണ്. അപ്പം ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ ആ 2ാം ഭാവരാശിയിൽ ഉച്ചരാശിയിൽ ഉണ്ടാകും. അപ്പം 5ാം ഭാവാധിപൻ ആയിട്ടുള്ള ചൊവ്വ ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ, അതുപോലെ അവിടെ 9ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും 14 ഉച്ചരാശി 2ാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ പൊതുവെ 5ാം ഭാവാധിപൻ ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ സർക്കാരിൽ നിന്നൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. 5ാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ്, 10ാം ഭാവത്തിലാണ് ആ ചൊവ്വ വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കർമ്മ മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് അത് നമ്മൾ ക്രിയേറ്റീവ് തലത്തിൽ ആയാലും എഡ്യൂക്കേഷൻ തലത്തിലായാലും അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ തലത്തിലായാലും വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. തൊഴിൽപരമായിട്ട് വളരെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനാഗമം കൂടുന്ന സമയമാണ്. അതേസമയം 2ാം ഭാവം എന്ന് പറയുന്നത് വാക്സ്ഥാനവും കൂടെയാണ്. അവിടെ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ വരുന്നു, സൂര്യനും അവിടെ നിൽക്കുന്നു. 2 അഗ്നി ഗ്രഹങ്ങൾ, അഗ്നിതത്വഗ്രഹങ്ങളാണ് ആ 2ൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനൗപചാരിക സംഭാഷണത്തിലായാലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതേസമയം നമ്മുടെ പാണ്ഡിത്യം കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് ധനാഗമം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം. സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ പുതിയ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുന്നതിന് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്.
ഇപ്പോൾ ചൊവ്വ 12ാം ഭാവാധിപനും കൂടെയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ധനം ഡീല് ചെയ്യുമ്പോൾ ഒരു കെയർ വേണം. 12ാം ഭാവാധിപനും കൂടെ 2-ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്കല്പം ധനച്ചെലവ് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ധനനഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധനം ഡീല് ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുത്തു പോകണം. വിദേശത്തൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് ഒക്കെ അത് ഗുണാനുഭവമൊക്കെ ഉണ്ടാകാം. അവർക്ക് നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം നമ്മുടെ സമ്പാദ്യത്തിൽ 12ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ൽ വരുമ്പോൾ സമ്പാദ്യത്തിന് കുറവ് വരാനും അത് വഴിതെളിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിവതും നമ്മൾ ഒഴിവാക്കുക. അതുപോലെ ബേഡ് ഹാബിറ്റ് നമ്മൾ ഈ സമയത്തിൽ ബേഡ് ഹാബിറ്റിലേക്കൊക്കെ പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. കുടുംബത്തിൽ ആധിപത്യം കൂടുന്നത് പ്രത്യേകിച്ച് വാഗ്വാദങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. വരുമാനപരമായിട്ടും ഒക്കെ ഗുണാനുഭവം ഉണ്ടാകുമെങ്കിലും നമുക്ക് സംസാരപരമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ 5ാം ഭാവാധിപനാണ്. ഈ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചൊവ്വയുടെ തന്നെ മൂലത്രികോണ രാശിയാണ്. അപ്പോൾ പഠനത്തിൽ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പഠനത്തിൽ മികവ്, കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനുള്ള, അത് ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഈ സമയത്തുണ്ടാകും. ഇപ്പം ടീച്ചിങ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി നേട്ടം ഉണ്ടാകും. ക്രിയേറ്റീവ് വർക്ക് വഴി നേട്ടം ഉണ്ടാകും. സ്പോർട്സിലൊക്കെ മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ ഉപാസനാദി കാര്യങ്ങളിലൊക്കെ നമുക്ക് അല്പം ശ്രദ്ധ കൂടുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന വിഷയങ്ങളിലൊക്കെ നമുക്ക് അഡ്മിഷൻ സാധ്യമാകുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അവരുമായിട്ടുള്ള സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ 8ാമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം 8ാം ഭാവം നീചരാശിയാണ്. എന്നാൽ അത് ശത്രുരാശിയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ റിസർച്ച് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ആ ചൊവ്വ 8ാം ഭാവത്തിൽ നീചദൃഷ്ടിയൊക്കെ നടത്തുമ്പോൾ ഈ ഗവേഷണമൊക്കെ നടത്തുന്നവർക്ക് അവർക്ക് അല്പം ഒരു കെയർ അവിടെ വേണ്ടുന്ന സമയമാണ്. കാരണം നീചദൃഷ്ടിയാണ് ആ ചൊവ്വ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ പാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ അതുപോലെ ഇൻഹെറിറ്റൻസ് തലത്തിലോ ഇൻഷുറൻസ് വഴിയൊക്കെ നമുക്കൊരു നേട്ടം കിട്ടുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ അവിടെ വന്നു എന്നൊക്കെ വരാം. അവിടെ ഒന്ന് കെയർ കൊടുത്ത് പോകണം. റിലേഷൻഷിപ്പ് തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. ഫാമിലി തലത്തിലൊക്കെ ഒരു വളരെ കെയർ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ മേലുദ്യോഗസ്ഥരോട്, ഗുരുക്കന്മാരോട്, പിതാവിനോട് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആ ചൊവ്വ 9-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ അത് 9ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. അത് പ്രത്യേകിച്ച് മിത്ര രാശിയാണ് കുജനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നടത്തുന്നവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ, അതുപോലെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിലും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇപ്പോൾ ഗുരുക്കന്മാരോടും പിതാവിനോടും ഒക്കെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അല്പം ഒരു മിതത്വം, ഒരു കെയർ ആവശ്യമാണ്. അവരോട് ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ കഴിവതും അഗ്രസീവായിട്ടുള്ള എനർജി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ചാൽ അവർക്ക് മറ്റ് ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഇനി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ഈ ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മകരക്കുറുകാരെന്ന് പറയുമ്പോൾ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പം മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും ചൊവ്വ 4ാം ഭാവാധിപനുമാണ്. ചൊവ്വ 11ാം ഭാവാധിപനുമാണ്. അപ്പോൾ 4ഉം 11ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16-ന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത്. ജന്മരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ്. ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിലുണ്ടാകും. ഇപ്പം മകരക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പം ഒരു രുചക മഹായോഗാവസ്ഥയിൽ ഈ മകരക്കുറുകാർ വരുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അത് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം.
ഈ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ജന്മരാശിയിൽ ഉച്ചസ്ഥിതിനായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ മികവുണ്ടാകുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കൃഷി വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സ്ഥാവര വസ്തുക്കൾ വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ നമുക്ക് ഈ 4-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ൽ ഉച്ചസ്ഥിതനാകുമ്പോൾ തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഒരു ലീഡർഷിപ്പ് സ്കില്ല് ഇവരുടെ ഭാഗത്ത് ഈ സമയത്തുണ്ടാകും. ലക്ഷൂറീസ് ആയിട്ടുള്ള ഐറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ 11-ാം ഭാവാധിപനായാൽ ആയി ജന്മരാശിയിൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട്. അത് നമ്മുടെ ആഗ്രഹങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമം, നമ്മൾ ചില ആഗ്രഹങ്ങളെങ്കിലും ഈ സമയത്ത് നമ്മൾ നടപ്പിലാക്കും, അല്ലെങ്കിൽ അത് കൈവരിക്കും എന്ന് തന്നെ പറയാം. അതിനനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് കാണുന്നത്. ഇപ്പോൾ ജന്മരാശിയിലാണ് ആ ചൊവ്വ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ച് ജന്മരാശിയിൽ സൂര്യനും നിൽക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട്, അഗ്നിതത്വ ഗ്രഹങ്ങളാണ് സൂര്യനും ചൊവ്വയും ജന്മരാശി നിൽക്കുന്നത്. ഇപ്പോൾ സംസാരത്തിൽ പ്രത്യേകിച്ച് ഒരു അഗ്രസീവ് എനർജി കൂടാവുന്ന സമയമാണ്. അതുകൊണ്ട് നമ്മൾ സംസാരത്തിലൊക്കെ വളരെ സംയമനം ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പല നേട്ടങ്ങൾ, അത് സൗഹൃദങ്ങൾ വഴിയും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കുടുംബസ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉയരുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ധനാഗമമൊക്കെ കൂടുന്നതിനുള്ള പരിശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. പൊതുവേ അതിനൊക്കെ അനുകൂലമായ സമയമാണ്. അഗ്രസീവ് എനർജി വരുന്നത് കൊണ്ട് നമ്മൾ സംസാരത്തിൽ ഒരു കെയർ കൊടുത്ത് പോകണം. കുജൻ 4-ാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 4-ാം ഭാവാധിപൻ 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് ചൊവ്വയുടെ മൂലത്രികോണ രാശിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് മാതാവിന് സുഖം സന്തോഷമൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മുടെ വീടായാലും, വീട് പുതുക്കുന്നവർക്കായാലും, വീട് വയ്ക്കുന്നവർക്കായാലും, വീട് വാങ്ങുന്നവർക്കായാലും, അതുപോലെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ആ ചൊവ്വയുടെ 4-ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ 4-ൽ മറ്റ് തമോഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ഇല്ല എന്നുള്ളതിനാൽ കുടുംബത്തിൽ പൊതുവെ നമ്മൾ അല്പം വിചാരിച്ചാൽ മതി ആ കുടുംബത്തിലെ ടെൻഷനും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. നമ്മുടെ അഗ്രസീവായിട്ടുള്ള എനർജി അല്പം കൺട്രോൾ ചെയ്തു പോകേണ്ടുന്ന സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക. ഈശ്വര വിശ്വാസമൊക്കെ കൂടും. നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്തു പോകും. അതൊക്കെ നമുക്ക് കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. കുജൻ 7-ലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ നീചരാശിയാണ്, എന്നാൽ ശത്രു രാശിയല്ല. എങ്കിലും നമ്മൾ ചൊവ്വയുടെ ദൃഷ്ടി 7-ൽ വരുന്നു, സൂര്യൻ്റെ ദൃഷ്ടിയിൽ 7 വരുന്നു, ശുക്രൻ്റെയും ദൃഷ്ടിയിൽ വരുന്നു. അപ്പോൾ ശുക്രനും സൂര്യനും ഒക്കെ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വ 7-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാമ്പത്യ ബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. തർക്കങ്ങളൊക്കെ ഒഴിവാക്കി പോകാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് വേണം. അല്പം സംയമനമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദാമ്പത്യ ബന്ധത്തിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക. കഴിവതും ചിലപ്പോൾ ഈ സമയത്ത് ദൂരസ്ഥലത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നതിനോ, ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ഷോപ്പിങ്ങിനോ, അതിനൊക്കെ ഉള്ള ഒരു സാധ്യതയൊക്കെ ഈ ചൊവ്വയുടെയും ശുക്രൻ്റെയൊക്കെ 7-ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കുജൻ അഷ്ടമത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം 8-ൽ ഇപ്പോൾ കേതു നിൽക്കുന്ന സമയം കൂടെയാണ്. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗവേഷണം നടത്തുന്നവർക്ക് പൊതുവെ അല്പം ഡീപ്പായിട്ടുള്ള നോളജൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുവഴിയൊക്കെ അവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാകും. ഇൻഷുറൻസ് ബെനിഫിറ്റൊക്കെ കിട്ടേണ്ടവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ജോയിൻ്റ് അസറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും ആസ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതേസമയം നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഡ്രൈവിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് 4-ാം ഭാവാധിപൻ ജന്മരാശി നിന്നിട്ട് അഷ്ടമത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു കെയർ വേണം. ചിലർക്ക് നാഭിക്ക് താഴെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോവുക. മാരക രോഗങ്ങളുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ ഒരു സർജറിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്.
ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ മകരം രാശിയിൽ ഉച്ചസ്ഥിതിനായിട്ട് വരുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ചൊവ്വ 3-ാം ഭാവാധിപനാണ്, അതുപോലെ 10-ാം ഭാവാധിപനുമാണ്. അപ്പം 3ഉം 10ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16-ന് അവരുടെ 12-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. അപ്പം 12-ാം ഭാവരാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ്. ഫെബ്രുവരി 22 വരെ ഈ ചൊവ്വ 12-ാം ഭാവരാശിയിൽ ഉണ്ടാകും. അപ്പം 3-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 12-ൽ വരിക എന്ന് പറയുമ്പോൾ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഊർജ്ജസ്വലത കൂടും, വിദേശത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാകും. ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കപ്പെടും. പൊതുവേ നമുക്ക് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിലുകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാകും. അതേപോലെ നമുക്ക് ചെലവ് കൂടുന്നതിന്, അപ്രതീക്ഷിതമായിട്ട് ചെലവ് കൂടുന്നതിന് സാധ്യതയുള്ള സമയവും കൂടിയാണ്. ആരോഗ്യകാര്യങ്ങളിലും നമ്മളപ്പോൾ ശ്രദ്ധിക്കണം. 3-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലായാൽ ആയതുകൊണ്ട് സഹോദരങ്ങൾക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ 10-ാം ഭാവാധിപനാണ്. ആ ചൊവ്വ 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 3-ലാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിരവധി യാത്രകളൊക്കെ ഈ സമയത്ത് വേണ്ടിവരും. ചിലർക്ക് ദൂരസ്ഥലത്തേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫറിന് സാധ്യതയുണ്ട്, തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്, തൊഴിലിൽ സുഖസൗകര്യങ്ങൾ കുറയുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ആത്മീയ കാര്യങ്ങൾക്കായിട്ട് കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ വിട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വരാം. പൊതുവെ ഒരു ഐസൊലേഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കുജൻ 3-ാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 3-ാം ഭാവാധിപനാണ് ചൊവ്വ, 3-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് കുജൻ്റെ മൂലത്രികോണ രാശിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധൈര്യം, വീര്യം, ശൗര്യമൊക്കെ ഈ സമയത്തുണ്ടാകും. യാത്രകൾ വഴിയും പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തനം നടത്തുന്നവർക്ക്, കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, പബ്ലിഷേഴ്സിന്, മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്, അവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. പൊതുവെ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതേസമയം സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 6-ാം ഭാവരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6-ാം ഭാവം ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം നീചരാശിയാണ്, എന്നാൽ അത് ശത്രുരാശിയല്ല. അതുകൊണ്ട് ഈ ശത്രുക്കളുടെയൊക്കെ ശല്യം കുറയും എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 6-ലേക്ക് സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയവും കൂടെയാണ്. അപ്പോൾ കടബാധ്യത കുറയ്ക്കുന്നതിനൊക്കെ നമുക്ക് ഇപ്പോൾ ചൊവ്വയുടെ നീചദൃഷ്ടിയാണെങ്കിലും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി 6-ൽ വരുന്നത് കൊണ്ട് കടബാധ്യതയൊക്കെ കുറയ്ക്കുന്നതിന് കഴിയും. ആരോഗ്യ ക്ലേശങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിലൊക്കെ കോൺസെൻട്രേഷനൊക്കെ കൂടും, വർക്കിലൊക്കെ ആക്റ്റീവാകും. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. ബന്ധുക്കളിൽ നിന്നൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതേസമയം ചെലവ് അധികരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ചിലരെ അങ്ങനെ ചിലവ് അധികരിക്കുമ്പോൾ ചിലപ്പോൾ പുതിയ ലോണിനൊക്കെ നമ്മൾ അപേക്ഷിക്കുന്നതിനും ലോൺ എടുക്കുന്നതിനുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ചൊവ്വ 7-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ചൊവ്വ 7 പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അഗ്നിതത്വ രാശിയിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. കേതു ആണെങ്കിൽ 7-ൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അത് ഈ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ലെ ചൊവ്വ ഒരു ഡിറ്റാച്ച്മെൻ്റ് ആണെങ്കിൽ തന്നെയും, ആ ചൊവ്വയുടെ 7-ലെ കേതു ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുമെങ്കിൽ തന്നെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി 7-ൽ വരുന്നത് കൊണ്ട് അതിൽ നമുക്ക് ഒരു പ്രവർത്തന വീര്യമൊക്കെ അവിടെ ഉണ്ടാകും, ബിസിനസ്സിൽ പുരോഗതിയൊക്കെ ഉണ്ടാകും. അതിനുള്ള നേട്ടത്തിനൊക്കെ അത് വഴിതെളിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ കഴിവത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. അതുപോലെ വിദേശ വിപണനമൊക്കെ നമുക്ക് മെച്ചപ്പെടുന്ന സമയമാണ്. അതേസമയം നമ്മൾ ഈ ദാമ്പത്യ ബന്ധത്തിൽ, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. 7-ൽ കേതുവാണ്, 7-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ ഈ സമയത്തുണ്ടാകാം. അപ്പോൾ അത് ദാമ്പത്യ ബന്ധത്തിൽ ഒരു സുഖക്കുറവുണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു കെയർ കൊടുത്തു പോവുക. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദത്തിലും അവരുടെ ഇൻറ്റിമസിയിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം. ദാമ്പത്യ ബന്ധത്തിൽ ടെൻഷൻ ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് വളരെ കെയർ വേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കി പോവുക.
ഇനി നമുക്ക് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥനാകുന്നത് ഏത് രീതിയിൽ സ്വാധീനിക്കും നോക്കാം. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്കും മീന ലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനുമാണ്, ഭാഗ്യഭാവാധിപനുമാണ്. ആ 2, 9 ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16 അവരുടെ നേട്ടത്തിൻ്റെ 11ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 11ാം ഭാവം എന്ന് പറയുന്നത് ചൊവ്വയുടെ ഉച്ചരാശിയാണ്. അപ്പോൾ ഫെബ്രുവരി 22 വരെ ആ 11ാം ഭാവരാശിയിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മീനക്കൂറുകാർക്ക് കുജൻ്റെ രാശിമാറ്റം സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. സാമ്പത്തിക സ്ഥിതി പൊടുന്നനെ ഉയരും എന്ന് തന്നെ പറയാം. 2ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ 10ലാണ് വരുന്നത്. അപ്പം പണം കടം കൊടുക്കുന്നവർ, ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, അതുപോലെ ഈ ബോർഡിംഗ് ഹൗസുകളൊക്കെ അത് ഡീൽ ചെയ്യുന്നവർ, കുടുംബത്തിൽ ബിസിനസ് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ധനാഗമം കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ അനുകൂല സമയമാണ്. തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ലാഭവർധന ഉണ്ടാകും. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ വിവിധ സോഴ്സുകളിൽ നിന്ന് അവർക്ക് ധനാഗമം ഉണ്ടാകുന്നതിന് ഈ ചൊവ്വയുടെ രാശിമാറ്റം, അവിടെ ചൊവ്വ മാത്രമല്ല സൂര്യനും ശുക്രനും ബുധനും ഒക്കെ ആ 11 വരുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അത് സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഈ കൂറുകാർക്കുണ്ടാക്കും എന്ന് തന്നെ പറയാം. സമൂഹത്തിലൊക്കെ സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നതിനും അതുവഴിയൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ആ ചൊവ്വ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് വരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ചിലതെങ്കിലും നമ്മൾ ഈ സമയത്ത് കൈവരിക്കും എന്ന് തന്നെ പറയാം. സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. കുജൻ ഭാഗ്യഭാവാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഭാഗ്യഭാവാധിപൻ 11 നിൽക്കുക എന്ന് പറയുമ്പോൾ ധനഭാഗ്യം ഉണ്ടാകും എന്നുള്ളതാണ്. സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തികളെ കണ്ടുമുട്ടുന്നത് ഇവർക്ക് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും എന്ന് പറയാം. നെറ്റ്വർക്ക് സർക്കിൾ വഴിയൊക്കെ നമുക്ക് ഭാഗ്യാനുഭവം പ്രതീക്ഷിക്കാം. പിതാവിന് ധനനേട്ടം ഉണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയുകയും ധനമാർഗങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയായിരിക്കും ചൊവ്വയുടെ 11 ഉച്ചസ്ഥിതി കൊണ്ട് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. 11 നിൽക്കുന്ന ചൊവ്വ, പ്രത്യേകിച്ച് 2ാം ഭാവാധിപനായ ചൊവ്വയാണ് 11 നിൽക്കുന്നത്. 11 നിൽക്കുന്ന ചൊവ്വ ധനഭാവത്തിൽ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് 2ാം ഭാവത്തിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സമ്പാദ്യം കൂടാൻ അത് വഴിതെളിക്കും. മാത്രമല്ല നമുക്ക് കുടുംബ ബിസിനസ്സിലൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. അതുപോലെ ആത്മീയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. അറിവ് കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബ ബിസിനസ് വഴി നേട്ടങ്ങൾ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്തിലെ അംഗങ്ങൾ ഒത്തുകൂടുന്നതിനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതേസമയം ചൊവ്വ 2 ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആഹാരത്തിലൊക്കെ അല്പം കെയർ വേണം. സ്പൈസി ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കണം. അതുപോലെ സംസാരത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. ഇനി 11 നിൽക്കുന്ന ചൊവ്വ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളും 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 5ാം ഭാവരാശി കുജൻ്റെ നീചരാശിയാണ് എങ്കിലും മറ്റു ഗ്രഹങ്ങളെല്ലാം 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് 5ാം ഭാവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകും. പഠനത്തിൽ നേട്ടമുണ്ടാകും. ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് അനുകൂല സമയമായിരിക്കും. സ്പോർട്സ്, ഗെയിംസ് ഇവയിലൊക്കെ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടീച്ചിങ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ അവരുമായിട്ടുള്ള ആശയവിനിമയത്തിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ്. 11 നിൽക്കുന്ന ചൊവ്വ 6 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. 6 കേതു നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ആ ചൊവ്വയുടെ മിത്രരാശിയാണ് 6ാം ഭാവരാശി എന്ന് പറയുന്നത്, സൂര്യൻ്റെ രാശിയാണ്. അപ്പം അതേസമയം നമ്മൾ നമ്മുടെ വർക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആകും. വ്യവഹാരങ്ങളിലൊക്കെ
നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിജയമൊക്കെ ഉണ്ടാക്കാൻ അനുകൂല സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ മേഖലയിലൊക്കെ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക്, ടെസ്റ്റിൽ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമാണ്. ശത്രുക്കളുടെ ശല്യമൊക്കെ കുറയുന്ന സമയമാണ്. കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന സമയമാണ്. ഡെയിലി വേജ് ഏണേഴ്സിനും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. പൊതുവെ തൊഴിലിലൊക്കെ തന്നെ വളരെ ബിസിയായിട്ട്, വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിയാണ് കുജൻ്റെ 11-ലെ ഉച്ചസ്ഥിതി കൊണ്ട് മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.